കൂട്ടുകാരെ, നമുക്കിന്ന് വഴുതനങ്ങ ഒരു മെഴുക്കുവരട്ടി ആക്കിയാലോ. അപ്പോൾ ഇന്ന് ഞാനാട്ടോ ആക്കുന്നത്. ഇച്ചിരി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പാണ് ഓർത്തത് നമുക്ക് വീഡിയോ എടുത്താലോന്ന്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഇത്രയും അരിഞ്ഞു വെച്ചു. ഇനി നമുക്ക് ബാക്കി അരിയാം. അപ്പോൾ 4 വഴുതനങ്ങയും കൂടെ ബാക്കിയുണ്ട് വെട്ടാൻ. അപ്പോൾ കട്ടിംഗ് ബോർഡിൽ വെച്ചൊന്നുമല്ല, ഈ വെച്ച് മുറിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കൈ വല്ലതും മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത മണിയായി. അപ്പം നമുക്ക് ബാക്കിയും കൂടെ മുറിക്കാം. കൈയെല്ലാം മുറിയാനൊരു പേടിയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു വലിയ ഉള്ളിയും പിന്നെ 2 പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ കൈ മുറിച്ചിട്ടുണ്ട്. അപ്പോൾ കഴുകത്തില്ല, കൈ വെള്ളമായിട്ടുണ്ട്, പിന്നെ എന്തെങ്കിലും ആവും. അതുകൊണ്ട് ഞാൻ അമ്മേനെ കൊണ്ട് കഴിപ്പിച്ചോളാം. അപ്പോൾ നമുക്ക് കഴുകാം. അപ്പോൾ ഗൈസ്, നമ്മുടെ വഴുതനങ്ങ കഴുകി വെച്ചിട്ടുണ്ട് അമ്മ. അപ്പം നമുക്ക് അടുത്ത പരിപാടി വാങ്ങാം. അപ്പം ഗൈസ്, പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിനി വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് വെളിച്ചെണ്ണ മതി. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇച്ചിരി ചൂടാവട്ടെ. അപ്പത്തേക്കും നമുക്ക് കടുക് എടുക്കാം. അപ്പം എണ്ണ ചൂടായി, നമുക്ക് കടുകിട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഒരാവേറ്റ് പൊട്ടിത്തീർത്തേ. അപ്പോൾ കടുക് പൊട്ടി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് ഉപ്പിടാം. ഇച്ചിരി ഉപ്പിടാം. വഴുതനയ്ക്കൊക്കെ ഒരു കൂടുതലല്ലേ, അപ്പം നമുക്ക് ഇടാം. നമുക്ക് അപ്പോൾ മഞ്ഞൾപ്പൊടി ഇടാം. ചിലർക്ക് ഇഷ്ടമായിരിക്കും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പം നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം. എനിക്ക് ഇഷ്ടമാണ്. നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത്ര ഇട്ട് കൊടുക്കാം. നമുക്ക് എടുക്കാം. അപ്പം നമുക്ക് വഴുതനങ്ങ ഒക്കെ എടുക്കാം. വഴുതനങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാത്രം നിറഞ്ഞു. ബിരിയാണി തട്ടുന്നതിനുണ്ട് കളക്കാം. അപ്പോൾ ഇതിനകത്ത് കുറേ സൈസുകളൊക്കെ ഉണ്ട്. എന്നെ പോലെ, എൻ്റെ അനിയനെ പോലെ ഉണ്ട്, എൻ്റെ അമ്മേനെ പോലെ ഉണ്ട്, എൻ്റെ അച്ഛനെ പോലെ ഉണ്ട്. അപ്പോൾ എല്ലാ ഷേപ്പിലൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് കുറച്ച് നേരം പൊത്തി വെക്കാം. കൈ മുറിഞ്ഞോണ്ടേ കുറേ സൈഡിലൊക്കെ ആയിട്ടാണ്, പീസിലൊക്കെ തടിച്ചിട്ടും മെലിഞ്ഞിട്ടൊക്കെയാണ്. അപ്പം നമുക്ക് കുറച്ച് നേരം അടച്ചു വെക്കാം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ തുറന്നു നോക്കുകയൊക്കെ ചെയ്യും. അത് എൻ്റെ ശീലം. അപ്പോൾ ഇതിൻ്റെ വേവിൻ്റെ സമയമൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ചില സമയത്ത് തുറന്നു ഇതാണ് എൻ്റെ പണി. അപ്പോൾ നമുക്ക് വെന്തിട്ട് കാണാം. ഗൈസ്, ആയി കാണും. നമുക്ക് തുറന്നു നോക്കാം. ആവി പുകയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത്തിരി ഉപ്പ് കുറവാണ് തോന്നുന്നു. കിട്ടണില്ല. ഉപ്പ് കുറവാ. ഉപ്പിടാം. ഇടാണ്. ഇനി ഉപ്പ് കൂടുതലില്ല. അപ്പോൾ സനിയം വന്നിട്ടുണ്ട്. ഇതാ അപ്പോൾ ഇച്ചിരി നേരം കൂടി ഇരിക്കട്ടെ, കുത്തി വെക്കാം. അപ്പോൾ ഗൈസ് എന്ത് വേണം നോക്കാം. എന്നിട്ടൊക്കെ ഉണ്ട് കുറച്ച് കളർ. അപ്പം നമുക്ക് ഓഫാക്കാം.
അപ്പോൾ ഞാൻ പോയിട്ട് ചോറ് കഴിച്ചിട്ട് നല്ല വിശപ്പ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഞാൻ എന്തെങ്കിലും തട്ടിക്കൂട്ടി എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പോൾ ബൈ.